കോൽക്കളി ഉണ്ടോ? ഇല്ലടാ, നിന്റെ തന്ത വരാന്ന് പറഞ്ഞു കോൽക്കളി കളിക്കാൻ. പിന്നെ നിന്റെ തന്ത പറഞ്ഞു തന്തക്ക് വേറെ എവിടെ കോൽക്കളി ഉണ്ടെന്ന്. അതുകൊണ്ട് ഇനി തന്ത വന്നിട്ടേ കോൽക്കളി ഉണ്ടാവുള്ളൂ കേട്ടോ. സഖി എന്തിനാ പിണക്കമെന്നോടെന്തിനാ അല്ല പുന്നെ കൽബ് വേദന എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടരെന്തിനാ. പട്ടിഷോയോ? എന്ത് പട്ടിഷോ? എന്ത് പട്ടിഷോയാ കാണിച്ചത്? ഏതിന് മെഡിസിൻ ഇല്ലേ? മെഡിസിൻ കഴിക്കണം. പറയൂ. ആഷിയുടെ ഡ്രസ് കളക്ഷൻ വീഡിയോ ചെയ്യാമോ യൂട്യൂബിൽ? ബിഗ് ബോസ് ആഷിയുടേത് ഞാൻ ചെയ്യാം കേട്ടോ. കാരണം എന്താ പറയുക, ആഷിയുടെ ഡ്രസ്സുകളെല്ലാം യോയിന്ന് വലിയ കുറേ ബോക്സുകൾ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ കുറ്റിപ്പുറത്തുള്ള വീട്ടിൽ. ഇവിടെ ഫ്ലാറ്റിലായതുകൊണ്ട് ഇവിടെ കൊടുന്ന് ഇറക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അവിടെയുള്ളത്, കുറ്റിപ്പുറത്തെ വീട്ടിലുള്ളത്. അപ്പം ഞാനത് ചെയ്യാം. എന്തിൻ്റെ മെഡിസിനാ? ഇതിൻ്റെ ഹോർമോൺ ടാബ്ലറ്റാ. രണ്ടു ദിവസം ഷൂട്ടായതുകൊണ്ട് എനിക്ക് ടാബ്ലറ്റ് എടുക്കാൻ പറ്റിയില്ല. ഓ അതെങ്ങനെയാ? എനിക്ക് അറിഞ്ഞൂടാ. ആഷിയുടെ ആമന മനസ്സിലാവും. ആഷി ആമനെ പിടിച്ച് എനിക്ക് കയ്യിൽ തരുമോ? ഇക്ക ഈ ആമന എടുത്ത് എന്റെ കയ്യിലൊന്ന് തരുമോ? എനിക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പേടിയാ. കാരണം അതിന്റെ തല ഇങ്ങനെ പൊന്തി വരും. ഇങ്ങനെ കടിച്ചാലോ. നീലാമിൻ ഇനി യു എയിലേക്ക് പോകുന്നില്ലേ? എന്താണ്? ഇനി യു എ ഷോപ്പിൽ നിന്ന് കള്ളത്തരം കാണിച്ച് പിടിച്ചെന്ന് കേട്ട് സത്യം. യു എയിൽ എൻ്റെ ഷോപ്പാണ്. എൻ്റെ ഷോപ്പിൽ ഞാൻ കള്ളത്തരം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ ഷോപ്പ് എപ്പോഴും യു എയിൽ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം. ഈ ആൾക്കാർ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ വെറുതെ കിടന്ന് ചാടേണ്ട ആവശ്യമില്ല. ഇത് ആണ് ആഷി, ഞങ്ങളുടെ വീട്ടിലെ പുതിയ അതിഥി. ഒന്നിന്റെ പേര് ഡാർക്ക്, ഒന്നിന്റെ പേര് എന്തിനാ പേര്? ടാസ്ക് ആൻഡ് ഡാർക്ക്. അപ്പം ഇത് ആഷിന്റെ പുതിയ ഒരു സാധനമാണ്. രണ്ടെണ്ണം ഉണ്ട്. ഒരാണും പെണ്ണും. ഇതാ ഇവിടെ വെച്ചരാ. ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ. അത് പോണം, അങ്ങോട്ട് അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ. ഞാൻ കളഞ്ഞോട്ടെ, കൈ കേട്ടെ. എനിക്ക് ഇഷ്ടമല്ല പിന്നെ. അപ്പോൾ എൻ്റെ ഈദ് ഓക്കെ കഴിഞ്ഞു. ഈദിൻ്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഡ്രസ്സെല്ലാം ഓൾറെഡി എടുത്തിട്ടുണ്ട്. ആഷിക്കും എനിക്കും ഡ്രസ്സ് എടുത്തു. പിന്നെ വേറെ ചോദിച്ചാൽ അതിനെ പ്രത്യേകിച്ചൊന്നുമില്ല. ജാസി ബ്രോ, നമുക്ക് പേര് ഒന്ന് മാറ്റണ്ടേ? വുമൺ പേരിടണം, ഇതിനുള്ള മറുപടി തരാമോ? എനിക്ക് ഇനി പെണ്ണായി കഴിഞ്ഞാലും എൻ്റെ പേര് തന്നെ വെക്കാനാണ് എനിക്കിഷ്ടം. ജാസി സുന്ദരി ആയിട്ടുണ്ട്. താങ്ക് യു. ഹായ് ജാസിത്ത, ഹായ്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഉറക്ക ക്ഷീണമുണ്ട്. 2 ദിവസമായിട്ട് ഈ ഹോട്ടലിൽ കിടന്നിട്ടുള്ള ഉറക്കം. നമുക്ക് എവിടെയൊക്കെ പോയാലും നമ്മുടെ വീട്ടിൽ വന്ന് കിടക്കുന്ന ഒരു ഇത് കിട്ടില്ലല്ലോ. എനിക്ക് നല്ല ഉറക്ക ക്ഷീണമുണ്ട്, കുറച്ച് കഴിഞ്ഞ്. ജാസി ബ്രോ, നമുക്ക് പേരൊന്നും മാറ്റണ്ടേ? മെഹന്തി ഇടുന്നില്ല. മെഹന്തി ഇടാൻ എനിക്ക് നാളെ ഒരു കുട്ടി വരുന്നുണ്ട്. നാളെ അല്ലേ? നാളെ 3 തീയതി ആക്കാ? അച്ചോ, നാളെ 3 തീയതിയാ? 5. എനിക്ക് 6-ന് ഒരു കുട്ടി വരുന്നുണ്ട് മെഹന്തി ഇടാൻ. അപ്പോൾ 6-ന് ഇനി മെഹന്തി ഇടും. ഇത്ത ഒരു ഹായ് പറയോ? ഹായ് ജാസി, സുഖമാണോ? സുന്ദരി ആയിട്ടുണ്ട്. താങ്ക് യു. ഫുഡ് കഴിച്ചോ? എന്തോ ഇന്ന് ലൈറ്റായേ? ഞാൻ ഷൂട്ടായിരുന്നു, കഴിഞ്ഞപ്പോൾ എത്തിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ കുറച്ച് ലൈറ്റായിപ്പോയി. നീലാവിൻ കൊമ്പത്ത്. ഏത്? എൻ്റെ മെഹന്തി വ്ലോഗ് വരും. നമ്മൾ
അയക്കൊന്നും മെസ്സേജ് നോക്കുന്നുണ്ട്. സഖി എന്തിനാ പിണക്കമെന്നോ? പുതിയ സിനിമ വലുതുമായോ? അപ്പൊ ശരി, ഞാൻ പോട്ടെ. സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം തന്നെയാണ് ജാസി. ജാസി മാത്രമല്ല ആഷിയും. ഇവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ഏറെ വിവാദങ്ങൾ തന്നെയായിരുന്നു. വിവാദങ്ങൾ വിട്ടൊഴിയാതെ തന്നെയാണ് ജാസിയുടെ ജീവിതം ഇപ്പോഴുമുള്ളത്. ഇപ്പോഴിതാ ലൈവിൽ വന്ന ജാസിയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് തക്ക മറുപടി കൊടുക്കുന്ന ജാസിയുടെ ലൈവ് വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും തരംഗമായിക്കൊണ്ടിരിക്കുന്നത്.